ജീവിതത്തിൽ എങ്ങനെ ഉയർച്ച പ്രാപിക്കാം? ഏത് മനുഷ്യനും ചോദിച്ച് അതിനുവേണ്ടി കഷ്ടപ്പെടുന്നവരാണ് നമ്മളിൽ പലരും. ഉയർച്ച പ്രാപിക്കാൻ ആഗ്രഹിക്കാത്ത ആരും തന്നെയില്ല. ജീവിതത്തിൽ ഒരു ഉയർച്ച വേണം. കുഞ്ഞുങ്ങൾക്ക് ഉയർച്ച വേണം, ജോലിയിൽ ഉയർച്ച വേണം, സാമ്പത്തിക മേഖലയിൽ ഒരു ഉയർച്ച വേണം. എപ്പോഴും ബലപ്പെട്ടും ശക്തിപ്പെട്ടും ഇരിക്കണമെന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷെ എന്ത് ചെയ്താലും ഒരു ഉയർച്ചയിലേക്ക് വരുവാൻ കഴിയുന്നില്ല. ദൈവം നിന്നെ ഉയർത്തണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും നിങ്ങൾ കേൾക്കുക. ഈ വാക്യത്തിൽ കൂടെ ദൈവത്തിന് നിങ്ങളോട് ചില കാര്യങ്ങൾ പറയുവാൻ ഉണ്ട്. ആധാരമായി യാക്കോബിന്റെ ലേഖനമാണ്. അതിന്റെ 4-ാം അധ്യായം 10-ാം വാക്യമാണ്. എന്നെ ഒന്ന് കേട്ടെ. ആ വാക്യം ഇങ്ങനെയാ: കർത്താവിന്റെ സന്നിധിയിൽ താഴുവീൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. യാക്കോബ് അപ്പോസ്തലൻ പറയുകയാ, കർത്താവിന്റെ സന്നിധി താഴെ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. ഉയർത്തുവാൻ ഈ ഭൂമിയിൽ ഒരാളുള്ളൂ, അത് നമ്മുടെ ദൈവമാണ്. ദൈവത്തിന് മാത്രമേ നമ്മുടെ ഉയർച്ച കാണിച്ചു തരാൻ പറ്റുകയുള്ളൂ. മനുഷ്യർക്ക് നമ്മളെ ഉയർത്താൻ പറ്റില്ല. അഥവാ മനുഷ്യർ നമ്മളെ ഉയർത്തിയാൽ, ഒരു വാക്കുകൊണ്ട് നമ്മളെ ചിലപ്പോൾ ഉയർത്തിയാൽ, എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് നമ്മെ ഉയർത്തിയാൽ സെക്കൻഡ് കഴിയുമ്പോൾ അതേപോലെ താഴെയിടും. എന്നാൽ ദൈവം ഒരിക്കലും താഴെയിടുന്നവനല്ല. ദൈവം തൻ്റെ സന്നിധിയിൽ താഴുന്നവരെ തന്നോളം ഉയർത്തും. ദൈവത്തോളം നമ്മളെ ഉയർത്തും. നമ്മുടെ സ്ഥിതികൾ മാറും, നമ്മുടെ അന്തരീക്ഷത്തിന് മാറ്റം വരും, നമ്മുടെ കുടുംബത്തിന്റെ വ്യത്യാസങ്ങൾ സംഭവിക്കും. വേദപുസ്തകത്തിലെ ദൈവത്താൽ ഉയർത്തപ്പെടുന്ന അനുഭവത്തെക്കുറിച്ച് പറയുകയാണ്. അപ്പം ദൈവം നമ്മളെ ഉയർത്തണമെങ്കിൽ കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യം അവിടെ കിടപ്പുണ്ട്. അതെന്താണ്? കർത്താവിന്റെ സന്നിധി താഴുവീൻ. താഴ്ന്ന നിലത്താണ് നീരോടുന്നത്. ഒരിക്കലും വെള്ളം മുകളിലോട്ട് പോകത്തില്ല. താഴ്ന്ന സ്ഥലത്തെ നീരോടത്തുള്ളൂ. ആര് ദൈവസന്നിധി താഴുന്നു? ഞാനെന്ന ഭാവം കളഞ്ഞ്, ഞാൻ ഒന്നുമില്ല ദൈവമേ, എൻ്റെ ജീവിതത്തിൽ കുറവുകളുണ്ട്, ബലഹീനതകളുണ്ട്, പാപങ്ങളുണ്ട്, കർത്താവെ സമ്മതിക്കുന്നു, എന്നോട് ക്ഷമിക്കണേ, അവിടുത്തെ രക്തത്തിലും കൃപയിലും എന്നെ നിർത്തണേ എന്ന് പറഞ്ഞ് താഴ്മയോടെ ദൈവസന്നിധി പ്രാർത്ഥിക്കാനും ആരാധിക്കാനും കരയാനും ദൈവസന്നിധി ഇരിക്കാനും നിങ്ങൾ തയ്യാറായാൽ, ഞാൻ ഇന്ന് രാവിലെ നിങ്ങളോട് ആഴമായ ദൈവസ്നേഹത്തിൽ പറയാം, നിങ്ങളെ ദൈവം ഉയർത്തിയിരിക്കും. ദൈവം നിങ്ങളെ ഉയർത്തുന്നത് മറ്റാർക്കും പിടികിട്ടാത്ത നിലയിലാണ്, ഒരു മനുഷ്യർക്കും അറിയാത്ത രീതിയിലാണ്. അതുകൊണ്ടാണ് കൊരിന്ത്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, ദൈവം താൻ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. പ്രിയരെ, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നാത്ത നിലയിൽ, ഒരു കാത് കേട്ടിട്ടില്ലാത്ത നിലയിൽ, ഒരു ചെവി ഇതുവരെ കേൾക്കാത്ത നിലയിൽ, ഒരു കണ്ണ് ഇതുവരെ കണ്ടിട്ടില്ലാത്ത നിലയിൽ ദൈവം നമ്മളെ ഉയർത്തും. ദൈവസന്നിധി താണ് ഇരുന്നാൽ. യാക്കോബിന്റെ ആമേൻ ജീവിതത്തില് ദൈവസന്നിധിയിൽ ഒരു പ്രാർത്ഥന താൻ പ്രാർത്ഥിച്ചു. എന്താണ് പ്രാർത്ഥിച്ചേ? എന്നെ ക്ഷേമത്തോടെ എൻ്റെ അപ്പന്റെ വീട്ടിൽ കൊണ്ടുവന്നാൽ ഈ കല്ല്, തലേണയായി വെച്ച ഈ കല്ല് ആലയമായി മാറും. യാക്കോബ് ദൈവസന്നിധി എടുത്ത തീരുമാനത്തിന്റെ മുമ്പിൽ ദൂതൻ കയറുകയും ഇറങ്ങുകയും ചെയ്തു എന്നും ദൈവ പദ്ധതി അവിടെ വെളിപ്പെട്ടു എന്നും നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ ദൈവസന്നിധി ഞാൻ പറയാം, യാക്കോബിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ദൈവം ചെയ്ത് യാവോക്കിന്റെ അക്കരെ ദൈവം കടത്തി ദൈവസന്നിധിയിൽ യാവോക്കിന്റെ തീരത്ത് താണുകിടന്ന് കരഞ്ഞ യാക്കോബിനെ അനുഗ്രഹിച്ച് സഹോദര ഭവനത്തിൽ സഹോദര ദേശത്തേക്ക് അയച്ച് അവിടെ അനർത്ഥം കൂടാതെ യാക്കോബിനെ ഉയർത്തിയത് ആ പ്രാർത്ഥനയൊന്നു മാത്രമാണ്. യാവോക്കിന്റെ തീരത്തുള്ള പ്രാർത്ഥന, യാവോക്കിന്റെ തീരത്തുള്ള കരച്ചിൽ, യാവോക്കിന്റെ തീരത്തുള്ളതായ മല്ലുപിടുത്തം. ദൈവസന്നിധി പറഞ്ഞു, എന്നെ അനുഗ്രഹിക്കണം. ഇതുവരെയുള്ള അപ്പനും അമ്മായിയപ്പനും ഒക്കെ തന്ന അനുഗ്രഹവും ഭാര്യയും മക്കളും മൃഗസമ്പത്തും ദാസന്മാരും ദാസിമാരും എന്ന അനുഗ്രഹവും, ഈ അനുഗ്രഹങ്ങൾ കൊണ്ടെല്ലാം കൂടെ ഞാൻ എൻ്റെ സഹോദര പട്ടണത്തിലേക്ക് ചെന്നാൽ അവൻ വാളുമായി നിൽക്കുക എന്നെ കൊല്ലാൻ. എന്നെ അവൻ കൊല്ലും. പക്ഷെ അവിടെ എനിക്കൊരു ഉയർച്ച വേണമെങ്കിൽ, സഹോദരന്റെ മുമ്പിൽ എൻ്റെ തല ഉയർത്തി ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും കുടുംബവും നിൽക്കണമെങ്കിൽ
അവിടുന്ന് എന്നെ അയക്കണം, അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് താണ് കിടന്ന് മണ്ണിൽ കിടന്ന് ഉരുണ്ട് കിടന്ന് പ്രാർത്ഥിച്ച യാക്കോബ്, ആ പ്രാർത്ഥനയിൽ താണിരുന്ന് കരഞ്ഞ യാക്കോബിനെ, ഉരുണ്ട് കിടന്ന് പ്രാർത്ഥിച്ച യാക്കോബിനെ, മല്ല് പിടിച്ചു പ്രാർത്ഥിച്ച യാക്കോബിനെ, ദൈവസന്നിധിയിൽ ജാഗരിച്ചു പ്രാർത്ഥിച്ച യാക്കോബിനെ അവരുടെ മുമ്പിൽ തലയെടുത്ത് നിൽക്കത്തക്ക നിലയിൽ ആരുടെയും മുമ്പിൽ തല കുനിക്കാതെ നിൽക്കാനുള്ള ഒരു അഭിഷേകം യാക്കോബിന്റെ മേൽ പകർന്നത് വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നു. കർത്താവിന്റെ സന്നിധി നമ്മൾ എന്ത് ചെയ്യുക? താഴുക. ദൈവസന്നിധി താണ് ദൈവസന്നിധിയിൽ ഉപവസിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ പ്രിയരെ, ജീവിതത്തിൽ എവിടെയും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ ജോലി അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ വീട് അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ ശരീരത്തിലും അനുഗ്രഹങ്ങൾ ഉണ്ടാകും. താണിരുന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. ജോസഫ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ജോസഫ് സഹോദരന്മാരാൽ നിന്ദിക്കപ്പെട്ടു. ഒരു സ്വപ്നത്തിന്റെ പേരിൽ സഹോദരന്മാർ അവനെ പിടിച്ച് പൊട്ടക്കിണറ്റിലിട്ടു. എന്നാൽ പൊട്ടക്കിണറ്റിൽ കിടന്ന യോസഫിനെ കൊട്ടാരത്തിൽ കൊണ്ടുപോയത് അവന്റെ താഴ്മയാണ്, അവന്റെ അനുസരണമാണ്. ദൈവസന്നിധിയിൽ അവർ താണു. സഹോദരന്മാർ പൊട്ടക്കെട്ടിലിട്ടു. നശിച്ചു പോകണം, ഇനി അവൻ എഴുന്നേറ്റു വരരുത്, ഇനി അവൻ ജീവിക്കരുത് എന്ന പ്രതീക്ഷയോടുകൂടിയാ ആ കുഴിയിലേക്ക് തള്ളിയിട്ടത്. എന്നാൽ ആ കുഴിയിൽ നിന്നും പൊക്കിയെടുത്ത് കൊട്ടാരത്തിന്റെ കസേരയെ കൊണ്ടിരുത്തിയ ഒരു ദൈവത്തിന്റെ പദ്ധതി നമുക്കറിയാം. എന്തേ? അത് ദൈവത്തിന്റെ കരുണയാ. കാരണം ദൈവത്തിൽ അവൻ വിശ്വസിച്ചു, അതവന് നീതിക്കായി കണക്കിട്ടു. ഉൽപ്പത്തി പുസ്തകത്തിലെ 42 അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് ജോസഫിനെ കുറിച്ച് വായിക്കുന്നത്. ജോസഫ് ദേശത്തിന് അധിപതിയായിരുന്നു. അവൻ തന്നെ ആയിരുന്നു ദേശത്തിലെ സകല ജനങ്ങൾക്കും ധാന്യം വിറ്റത്. കണ്ടോ, കുഴി കിടന്നവനാ. സഹോദരന്മാർ അവനെ ഒരു സ്വപ്നത്തിന്റെ പേരിലെടുത്ത് കുഴിയിലിട്ടു. അവിടുന്ന് എടുത്ത് മിദ്യാന്യ കച്ചവടക്കാർക്ക് ആ വെള്ളിക്കാശിന് വിറ്റു. ആ മിദ്യാന്യ കച്ചവടക്കാർ പൊത്തിപ്പേറിന്റെ വീട്ടിൽ കൊണ്ടുവിട്ടു. ചെയ്തിട്ടില്ലാത്ത കുറ്റത്തിന് കുറ്റക്കാരനായി ജയിലിൽ പോകേണ്ട ജോസഫ് അവിടുന്ന് കൊട്ടാരത്തിലേക്ക് ദൈവത്താൽ ആരോഹണം ചെയ്യുക. കണ്ടോ, ഉയർച്ച കണ്ടോ? എവിടെ നിന്നാണ്? നിന്ദിച്ചവരുടെ മുമ്പിൽ, പരിഹസിച്ചവരുടെ മുമ്പിൽ, എടുത്തു കുഴിയിലിട്ടവരുടെ മുമ്പിൽ, കച്ചവടക്കാർക്ക് വിറ്റുകളഞ്ഞവരുടെ ഒരു അടിമയായി മാറിയ ജോസഫിനെ അവസാനം ജയിലറയ്ക്കകത്ത് കുറ്റക്കാരനായി കിടക്കേണ്ട സാഹചര്യം വന്നപ്പോഴും ദൈവസന്നിധി ജോസഫ് താണു, താഴ്മ ധരിച്ചു. ജീവിതത്തിലെ ഏത് കുഴികളും, ഏത് പ്രശ്നങ്ങളും, ഏത് പ്രതികൂലങ്ങളും നിങ്ങൾക്ക് നേരെ ആഞ്ഞടിക്കേണ്ടി വന്നാലും, പ്രതീക്ഷയ്ക്കപ്പുറമായ വേദനകളും ദുഃഖങ്ങളും കഷ്ടങ്ങളും നിങ്ങളുടെ ജീവിതത്തിന്റെ നേരെ ആഞ്ഞടിക്കേണ്ടി വരുമ്പോഴും ഞാൻ ഇന്ന് രാവിലെ നിങ്ങളോട് ആഴമായ ദൈവസ്നേഹത്തിൽ ഇങ്ങനെ പറയാം: ഒരിക്കലും നിങ്ങൾ ഭാരപ്പെടരുത്. ഉയർത്തുവാൻ കഴിവുള്ള സ്വർഗം നമുക്കുണ്ട്. ഇവിടെ വേദപുസ്തകത്തിൽ കർത്താവിന്റെ ആത്മാവ് അവിടെ നമ്മളെ പഠിപ്പിക്കുന്നത്, ആ ദേശത്ത് ധാന്യങ്ങൾ സകലതും വിൽക്കുന്നത് ജോസഫായി മാറി. ആ പട്ടണത്തിലെ ധനകാര്യ മന്ത്രിയായി ജോസഫിനെ ദൈവം മാറ്റി. അപ്പോൾ സഹോദരങ്ങളുടെ ദേശത്ത് ക്ഷാമം വന്നപ്പോൾ അപ്പൻ പറഞ്ഞയച്ചു, ഇന്ന സ്ഥലത്ത് ചെല്ല്, അവിടെ ധാന്യമുണ്ട് എന്ന് പറഞ്ഞ് അവര് ചാക്കുമായി സഹോദരന്മാര് വന്നു നിൽക്കുകയാ. ആരുടെ മുമ്പിലാ വന്നു നിൽക്കുന്നേ? ജോസഫിന്റെ മുമ്പിൽ. ആരാണ് ജോസഫ്? ഈ സഹോദരന്മാർ കുഴിയിലിട്ട ജോസഫാണ്. പക്ഷെ സഹോദരന്മാർക്ക് മനസ്സിലായില്ല, ഞങ്ങൾ കുഴിയിലിട്ട് പിന്നെ മിദ്യാന്യ കച്ചവടക്കാർക്ക് വിറ്റുകളഞ്ഞ ജോസഫാണ് ഞങ്ങളുടെ മുമ്പിൽ രാജാവ് അല്ലെങ്കിൽ ഈ ധനകാര്യം കൈകാര്യം ചെയ്യുന്ന ആളായിട്ട് നിൽക്കുന്നതെന്ന് സഹോദരന്മാർക്ക് മനസ്സിലായില്ല. പക്ഷെ അവർ എഴുതിയിരിക്കും ഇങ്ങനെയാണ്: ജോസഫിന്റെ സഹോദരന്മാരും വന്ന് അവനെ സാഷ്ടാംഗം നമസ്കരിച്ചു. നോക്കിക്കേ പ്രിയരെ, തമ്പുരാന്റെ സന്നിധി നീ താണാൽ നിന്ദിച്ചവരും പരിഹസിച്ചവരും നിന്നെ കുഴിയിലിറക്കിയവരും ഒക്കെ നാളെ നിന്റെ കാലിന്റെ മുമ്പിൽ വന്ന് നിൽക്കും. നിന്നെ വന്ന് നമസ്കരിക്കത്തക്ക നിലയിൽ ദൈവം നിന്നെ ഉയർത്തും. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ വായിച്ചത്, ദൈവം നിങ്ങളെ ഉയർത്തുമെന്ന്. ദൈവം ഒരുവനെ ഉയർത്താൻ തുടങ്ങിയാൽ ആർക്കും അത് പിടിച്ചു കെട്ടാൻ പറ്റത്തില്ല. ദൈവം ഒരു വാതിൽ തുറന്നാൽ ആർക്കും അത് അടയ്ക്കാൻ പറ്റത്തില്ല. ദൈവം ഒരു വഴി തുറന്നാൽ ആർക്കും അതിനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റത്തില്ല. സഹോദരന്മാർ ഇപ്പോൾ ജോസഫാണെന്ന് അറിയാൻ കഴിയാതെ ജോസഫിന്റെ മുമ്പിൽ നിന്ന് ധാന്യം ചോദിക്കുമ്പോൾ സഹോദരന്മാർക്ക് മനസ്സിലായി, അച്ചാച്ചന്മാരെല്ലാം എൻ്റെ സഹോദരങ്ങളാണ്. ആ സഹോദരന്മാരെ തിരിച്ചറിയാൻ ജോസഫിനിടയായി. പക്ഷേ വേദപുസ്തകം പഠിക്കുമ്പോൾ കാണുന്നുണ്ട്,
സഹോദരന്മാർക്ക് ജോസഫിനെ മനസ്സിലായില്ല. കാരണം മറ്റൊരാൾക്ക് പിടികിട്ടാത്ത നിലയിൽ രൂപഗുണ ഭംഗി വിശേഷതകൾ വ്യത്യസ്തമാക്കി അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്, നമ്മുടെ ദൈവം. ജോസഫിനെ ദൈവം ആദരിച്ചു. പട്ടണത്തിൽ ദൈവം അവനെ ഉയർത്തി. അവൻ ദൈവസന്നിധി താണിരുന്നു. ദർശനം അവന്റെ ജീവിതത്തിൽ സാക്ഷാത്കരിക്കപ്പെടുകയാണ്. സഹോദരന്മാർ അവനെ വന്ന് എന്ത് ചെയ്തു? നമസ്കരിച്ചു. ജോസഫ് ചോദിച്ച ചോദ്യമുണ്ട്. ജോസഫ് തന്റെ സഹോദരന്മാരെ കണ്ടാറേ അവരെ അറിഞ്ഞു എങ്കിലും അറിയാത്ത ഭാവം നടിച്ച് അവരോട് കഠിനമായി ആദ്യം സംസാരിച്ചു. നിങ്ങൾ എവിടെ നിന്ന് വരുന്നു എന്ന് അവനോട് ചോദിച്ചതിന് ആഹാരം കൈക്കൊള്ളുവാൻ കനാൻ ദേശത്തുനിന്ന് വരുന്നു എന്ന് അവൻ പറഞ്ഞു. ജോസഫ് അവരെ കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ആദ്യം ദേഷ്യത്തോടൊക്കെ ഒന്ന് കൈകാര്യം ചെയ്തു. പക്ഷെ പിന്നീട് ചോദിച്ച ചോദ്യമുണ്ട്, നിങ്ങളുടെ അപ്പൻ ജീവിച്ചിരിപ്പുണ്ടോ? നിങ്ങളുടെ അപ്പൻ ജീവിച്ചിരിപ്പുണ്ടോ? ജോസഫ് ചോദിച്ചത് എന്റെ അപ്പൻ ജീവിച്ചിരിപ്പുണ്ടോ എന്നാ. ഇന്ന് രാവിലെ ദൈവം നിങ്ങളെ ഉയർത്തിയാൽ, ദൈവം നിങ്ങളെ മാനിച്ചാൽ, നിങ്ങളെ തള്ളിയവരുടെയും പരിഹസിച്ചവരുടെയും നിന്ദിച്ചവരുടെയും മുമ്പിൽ ദൈവം നിങ്ങളുടെ തല ഉയർത്തി വെക്കും. ഇനിയും നിങ്ങളുടെ തല ഒരിടത്തും കുനിയത്തില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ന് രാവിലെ ഈ സന്ദേശം നിങ്ങൾ കൈമാറട്ടെ. നിങ്ങളുടെ തല കുനിയുവാൻ ദൈവം അനുവദിക്കത്തില്ല. മാറ്റി നിർത്തിയവരുടെയും പരിഹസിച്ചവരുടെയും നിന്ദിച്ചവരുടെയും മുമ്പിൽ നിങ്ങൾ ഒരു അനുഗ്രഹപാത്രമായിരിക്കും. നിങ്ങൾ ഉയർച്ച പ്രാപിച്ചിരിക്കും. ജോസഫിന്റെ മുമ്പിൽ ഇപ്പോൾ സഹോദരന്മാർ ചാക്കും കൊണ്ട് നിൽക്കുന്നത് പോലെ നിന്നെ മാറ്റി നിർത്തിയ, ഉപേക്ഷിച്ച, കൊള്ളത്തില്ലെന്ന് പറഞ്ഞ, നിന്നെ കുഴിയിലെടുത്തിട്ട, കച്ചവടക്കാർക്ക് വിറ്റുകളഞ്ഞ, കാരാഗ്രഹത്തിലേക്ക് തള്ളിക്കളഞ്ഞ സഹോദരന്മാര് നിന്റെ അടുക്കൽ ഓടി വരും. 2026 തികയുന്നതിന് മുമ്പ് നിങ്ങളുടെ വീടിനകത്ത് ആ അത്ഭുതം സംഭവിക്കും. നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ഇന്ന് വരെ കയറാതൊരു ഫോൺ പോലും ചെയ്യാതെ നിങ്ങളെ പരിഹസിക്കുന്ന, നിന്ദിക്കുന്ന സഹോദരങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ തല ഉയർന്നിരിക്കും. അതിനുവേണ്ടി ദൈവം നിങ്ങൾക്ക് വേണ്ടി വാതിൽ തുറക്കും. വിശ്വസിക്കാമോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ വചനം ഇങ്ങനെ പറഞ്ഞ് നിന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇനിയും ഇവരുടെ തല ആരുടെയും മുമ്പിൽ കുനിച്ചു നിർത്താൻ അനുവദിക്കരുത്. തലയെടുത്തു നിൽക്കട്ടെ. കർത്താവേ, ഒരു പർവ്വതം ഉയർന്നു നിൽക്കുന്നത് പോലെ നിന്ദിച്ചവരുടെയും പരിഹസിച്ചവരുടെയും മുമ്പിൽ ഇവരുടെ തല ഉയർന്നു നിൽക്കട്ടെ. ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവർ ശക്തിപ്പെടട്ടെ. ഇവരുടെ കുടുംബത്തിൽ നന്മയുണ്ടാകട്ടെ. ഇവരുടെ തലമുറകൾ വിടുവിക്കപ്പെടട്ടെ. ഇന്ന് വരെ കാണാത്ത അനുഗ്രഹങ്ങളും ഉറവകളും ഇവരുടെ ജീവിതത്തിൽ കർത്താവ് ഒരുക്കി കൊടുക്കട്ടെ. സകല അന്ധകാരങ്ങളും ബന്ധനങ്ങളും കെട്ടുകളും യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. പൈശാചിക കോട്ടകളും അന്ധകാര ശക്തികളും യേശുവിന്റെ നാമത്തിൽ ഈ വീടിനകത്തുനിന്ന് മാറിപ്പോകട്ടെ. ഇന്നലകളിൽ ശാപവാക്കുകൾ പറഞ്ഞ് ഉപേക്ഷിച്ചവരുടെ മുമ്പില്, ഗതി പിടിക്കത്തില്ലെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചവരുടെ മുമ്പില് ഇവരുടെ തല ഉയർന്നിരിക്കട്ടെ. കർത്താവ്, ഈ വർഷം തീരുന്നതിന് മുമ്പ് ഇവരുടെ ജീവിതത്തിൽ ആ അനുഗ്രഹം സംഭവിക്കട്ടെ. ഇവരുടെ തലമുറയിൽ ആ അനുഗ്രഹം സംഭവിക്കട്ടെ. ഇവരുടെ ദേശത്ത് ആ അനുഗ്രഹം സംഭവിക്കട്ടെ. കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അങ്ങനെ പറഞ്ഞ് ഈ ജനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമം തന്നെ. ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നിന്ദിച്ചവരുടെ മുമ്പിൽ, തല താഴ്ത്തണമെന്ന് ആഗ്രഹിച്ചവരുടെ മുമ്പിൽ നിങ്ങളുടെ തല ഉയർന്നിരിക്കും. നിങ്ങൾ ഉയർച്ച പ്രാപിക്കും. ധൈര്യത്തോടെ ഇരിക്കുക. നാളെ ഇതേ സമയം മറ്റൊരു ദൂതുമായി നമുക്ക് കാണാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.